പ്രയാഗയ്ക്ക് ബുള്ളറ്റ് ഇഷ്ടമാണോ? എനിക്ക് ബുള്ളറ്റ് ഇഷ്ടമാണ്. ഈ സിനിമയിൽ ബുള്ളറ്റ് ഓടിക്കാൻ കാണാൻ പറ്റുമോ? അയ്യോ ഇല്ല, എനിക്ക് ബുള്ളറ്റ് കാണാൻ ഇഷ്ടമാണ്, പുറകിലിരുന്ന് യാത്ര ചെയ്യാനും ഇഷ്ടമാണ്. ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചിട്ടുമുണ്ട്, വേറെ ഒന്നുമല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് മൂവി തന്നെയാണ്. പക്ഷേ എനിക്ക് ടൂ വീലർ പേടിയാണ്. അതിപ്പോൾ സ്കൂട്ടറായാലും ബുള്ളറ്റായാലും ബാക്കി വെറൈറ്റി ഓഫ് ടൂ വീലേഴ്സ് പേടിയാണ് എനിക്ക്. അടുത്ത കഥയ്ക്ക് ബുള്ളറ്റ് ഓടിക്കേണ്ടി വന്നാൽ ചെയ്യില്ല? ചെയ്യും ചേട്ടാ. ചേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞെന്താണ്, ചാലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് താല്പര്യം. അപ്പം പേടിയില്ലാതെ പേടിയുള്ള കാര്യങ്ങൾ കറേജോടെ നേരിടുമ്പോഴാണല്ലോ നമുക്ക് വിജയം വരുന്നത്. ഈസി ആയിട്ടുള്ള ജീവിതമോ ഈസി അല്ല. എന്നാൽ ഈ ബുള്ളറ്റ് ഒട്ടുമല്ല, കഥാപാത്രങ്ങൾ ഒട്ടുമല്ല. അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യണം, അല്ല എന്റെ ചാലഞ്ച്. ലൈഫിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യണമെന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെ ബുള്ളറ്റ് ടൂ വീലറിൽ? പേടിയാണെന്ന് പറഞ്ഞല്ലോ. പേടിയാണ്. ആ സിനിമയിലൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് ഓടിച്ചാൽ പോരെ, അത് കുഴപ്പമില്ല. ഒരു ആക്ഷൻ കട്ടിന്റെ ഇടയിൽ മാത്രമേ നിൽക്കുള്ളൂ. സിനിമ അറിയാമല്ലോ, സിനിമയില് ബുള്ളറ്റ് ഓടിക്കൽ ബേസിക് സംഭവങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ബുള്ളറ്റ് ഓടിക്കുന്നതായിട്ട് ഉറപ്പല്ലേ. ഞാനിതിൽ ബുള്ളറ്റ് ഓടിക്കുന്നില്ല. ബുള്ളറ്റ് ഒരു അതുകൊണ്ട് ഇതിൽ പറയാനുള്ളൊരു ബൈക്ക് റൈഡിന്റെ കഥയല്ല ഇത്. ബൈക്ക് റൈഡിന്റെ കഥയല്ല, ബൈക്കിനെ സ്നേഹിക്കുന്ന ഒരാളുടെ കഥയാണ്. ആരും അങ്ങനെ വിചാരിക്കരുത്. റോഡ് മൂവി അല്ല ഇത്. ഒരു സ്ഥലത്ത് മാത്രമുള്ള ഒരു ബൈക്കിനെ സ്നേഹിക്കുന്ന ഒരാളുടെ കഥയാണ്. ധരിക്കാനേ പാടില്ല. ബൈക്കിനെ സ്നേഹിക്കുന്ന ആളെ സ്നേഹിക്കുന്ന ഒരു സാധാരണ കുട്ടി മാത്രമാണ് അല്ലേ? സ്കൂട്ടർ ഞാൻ ഓടിക്കുന്നുണ്ട്. അന്ത സൈഡ് വീടുന്നു സ്കൂട്ടർ. ഒരു നിങ്ങളുടെ ഹൃദയത്തിൽ തൊടുന്ന ഒരു കൊച്ചു സിനിമ. എന്തായാലും മനസ്സിൽ ഒരു ഫീൽ ഉണ്ടാക്കാതെ ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ ചേട്ടൻ കണ്ടതുപോലെ എൻ്റെ ആദ്യത്തെ സിനിമ നിങ്ങൾ കണ്ടു തന്നെ പറഞ്ഞു. അപ്പോൾ എന്താണ് തോന്നിയത്? കിട്ടുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ മറ്റൊരു ഇമോഷണൽ ഫീൽ കൊണ്ട് അത്യാവശ്യം കോമഡിയൊക്കെ ജോണി ആൻ്റണി സാറൊക്കെ നല്ല നന്നായിട്ട് കോമഡിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇമോഷനും പാഷനും അതാണ് ഈ സിനിമ. കൊച്ചു സിനിമയാണ്, വലിയ സിനിമകൾ വരുന്നുണ്ട് അടുത്താഴ്ച. അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് നമ്മുടെ കൊച്ചു സിനിമയും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളുടെ തിയേറ്ററിൽ മുഴുവൻ ആൾക്കാരും പോയി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. I must appreciate you for watching Pani. ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ളൊരു പടമാണ്. മാത്രമല്ല ഇങ്ങനെ മീഡിയ ഇത്രയും വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിലൊരാൾ പറയണത് കമലബൾ. അവിടെ ഏറ്റവും മികച്ച മലയാള സിനിമയ്ക്കുള്ള പ്രശസ്തി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം എല്ലാവരും സിനിമ കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഇനിയും സിനിമ ചെയ്യാനുള്ള ഊർജ്ജം പ്രേക്ഷകർ തരും. ഇതാണ് ഞാൻ പറയുന്നത്. താങ്ക് യു. എല്ലാവരും സഹായിച്ചേക്കണേ. Thank you so much. വേണ്ടത് കിട്ടിയല്ലേ? നമുക്ക് വേണ്ടത് കിട്ടിയില്ലേ? ബുള്ളറ്റ് കൂടി ഓടിച്ചു പോയാൽ എനിക്ക് സമാധാനം. സോറി. Thank you. നന്നായിട്ടൊന്ന്